നേരിൻ്റെ വഴിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദൈവം നമ്മെ ഏൽപ്പിച്ച ഉന്നതമായ ഉത്തരവാദിത്തങ്ങൾ ദൈവം തന്നതാണെന്നുള്ള തിരിച്ചറിവിൽ പ്രവർത്തിക്കാൻ ആരംഭിച്ചാൽ ഒരിക്കൽ പോലും മനസ്സ് ക്ഷീണിക്കാതെ ആ ഉത്തരവാദിത്തങ്ങൾ ചെയ്തു തീർക്കുവാൻ നമുക്ക് സാധിക്കും. അതുമാത്രമല്ല, തലമുറകൾക്ക് അത് അനുഗ്രഹമായി മാറും എന്നതിന് യാതൊരു സംശയവും വേണ്ട. അങ്ങനെയൊക്കെ ജീവിതം ഒഴിഞ്ഞുവെച്ച് നല്ല നല്ല കാര്യങ്ങൾക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്ത എത്രയോ ആളുകൾ നമുക്ക് ചുറ്റിലുമുണ്ട്. നമ്മുടെ കൈകളിൽ എത്തുന്ന വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ ചരിത്രവും വേറൊന്നുമല്ല. അതിലെടുത്തു പറയേണ്ട ഒരു വ്യക്തിയാണ് വില്യം ടിൻഡെയിൽ. അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ വേദപുസ്തകം വായിക്കുവാൻ വിശ്വാസികൾക്ക് അധികാരമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വിശ്വാസികളുടെ കൈകളിൽ വേദപുസ്തകം ഉണ്ടായിരുന്നില്ലത്. വിശ്വാസികൾ മാത്രമല്ല, പുരോഹിതന്മാർക്ക് പോലും വേദപുസ്തകത്തിലെ സത്യങ്ങൾ മനസ്സിലാക്കുവാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോസ്തലന്മാരുടെ പേരുകൾ പോലും അവർക്കറിഞ്ഞുകൂടായിരുന്നു എന്നൊക്കെയാണ് ചരിത്രത്തിൽ വായിക്കുന്നത്. അങ്ങനെ ഇരിക്കെ ഈ പാപ്പരത്വം മനസ്സിലാക്കിയ വില്യം ടിൻഡെയിൽ ഇംഗ്ലീഷിലേക്ക് വേദപുസ്തകം പരിഭാഷ ചെയ്യുവാൻ മനസ്സ് കാണിച്ചു. അങ്ങനെ യൂറോപ്പിൽ വേദപുസ്തകം ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്ത് അച്ചടിച്ച് 100,000-ഓളം കോപ്പികൾ ഇംഗ്ലണ്ടിലേക്ക് കൊണ്ടുവരുവാനിടയായി. അങ്ങനെ കൊണ്ടുവരുവാൻ അനുവാദം ഉണ്ടായിരുന്നില്ല. അധികാരികളുടെ കണ്ണുവെട്ടിച്ചാണ് ഇത്രയും കോപ്പികൾ ഇംഗ്ലണ്ടിൽ എത്തിച്ചേർന്നത്. പിന്നീട് അറിഞ്ഞു ഈ പരിഭാഷ നിർവഹിച്ചത് വില്യം ടിൻഡെയിലാണ്. സഭാധികാരികൾ അദ്ദേഹത്തിന് ഒരു വലിയ ശിക്ഷയാണ് വിധിച്ചത്. കഴുത്ത് ഞെരിച്ചു കൊന്നിട്ട് അദ്ദേഹത്തിൻ്റെ മൃതശരീരം ഒരു കുറ്റിയിൽ കെട്ടി കത്തിച്ച് ചാമ്പലാക്കി. ഈ വാർത്ത കേട്ടറിഞ്ഞ സമയം തന്നെ വില്യം ടിൻഡെയിൽ ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ, ഇംഗ്ലണ്ടിലെ രാജാവിൻ്റെ കണ്ണ് തുറക്കണം. അങ്ങനെ ഇരിക്കെയാണ് ഹെൻറി 8 റോമുമായി തെറ്റിപ്പിരിയുവാനിടയായത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ചർച്ച് ഓഫ് ഇംഗ്ലണ്ട് എന്ന പേരിൽ ഒരു സമൂഹത്തെ വാർത്തെടുക്കുവാൻ ഹെൻറി 8 സാധിച്ചു. അതിൻ്റെ തുടർക്കഥയാണ് ജനീവ ബൈബിൾ. അതുമാത്രമല്ല, മറ്റ് പല പരിഭാഷകളും അന്ന് വളർന്നു വരുവാൻ കാരണമായി. അതിലെല്ലാം പ്രേരകമായത് വില്യം ടിൻഡെയിൽ നിർവഹിച്ച ഇംഗ്ലീഷ് പരിഭാഷ തന്നെയാണ്. ഒരുപാട് പരിഭാഷകൾ അന്ന് ഉണ്ടായതുകൊണ്ട് രാജാവിൻ്റെ പ്രത്യേക നിർബന്ധപ്രകാരം ആധികാരികമായ ഒരു പരിഭാഷ വേദപുസ്തകത്തിന് വേണമെന്ന് അദ്ദേഹത്തിന് തോന്നി. അങ്ങനെ വില്യം ടിൻഡെയിൽ പരിഭാഷ നിർവഹിച്ച വേദപുസ്തകത്തിൽ നിന്ന് ഏതാണ്ട് 81% വാക്കുകളും രീതികളും കടമെടുത്തുകൊണ്ട് കിങ് ജെയിംസ് ബൈബിൾ പ്രസിദ്ധീകരിക്കപ്പെടുവാനിടയിൽ. സത്യം പറഞ്ഞാൽ വേദപുസ്തക പരിഭാഷയുടെ പേരിൽ ജീവൻ കൊടുത്ത വില്യം ടിൻഡെയിലിന് ലഭിച്ച ഏറ്റവും വലിയ ഒരു അംഗീകാരം അത് തന്നെയാണ്. വില്യം ടിൻഡെയിലിനെ പോലെയുള്ള എത്രയോ മഹാന്മാർ, ഭക്തന്മാർ ആത്മാർത്ഥമായി അധ്വാനിച്ചതിൻ്റെ പരിണിത ഫലമാണ്
നമ്മുടെ കൈകളിലൊക്കെ ഈ ശ്രേഷ്ഠമായ ഗ്രന്ഥം എത്തുവാനിടയായി. വില്യം ചിൻഡയിൽ തൻ്റെ ജീവൻ ദൈവം നൽകിയ നിയോഗത്തിന് വേണ്ടി കൊടുക്കുവാനിടയായി. പ്രാണന് നഷ്ടപ്പെട്ടത് ശരിയാണ്, ആരും കൂടെ ഉണ്ടായിരുന്നില്ല എന്നതും സത്യമാണ്. എല്ലാവരും വെറുത്തിട്ടും എതിർത്തിട്ടും അധികാരമുള്ള സമൂഹം മുഴുവൻ തനിക്ക് വിരോധമായി നിന്നിട്ടും ദൈവം ഏൽപ്പിച്ച നിയോഗം പൂർണ്ണ ധൈര്യത്തോടെ പൂർത്തീകരിക്കുവാൻ ചിന്തയിൽ സ്വയം സമർപ്പിച്ചു. അത് തലമുറകൾക്ക് അനുഗ്രഹമായി മാറി. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദൈവം നൽകിയ നിയോഗങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞത് കേട്ട് സങ്കടപ്പെടരുത്. എത്ര വിരോധമുണ്ടായാലും ഭയപ്പെടരുത്. ഒരാളുടെ മുമ്പിലും തലകുനിക്കരുത്. നിയോഗം തന്നത് ദൈവമാണ്. പൂർത്തീകരിക്കുവാൻ കൂടെ നിൽക്കുവാനും എന്നും ദൈവമുണ്ട്. അതുകൊണ്ട് ദൈവിക നിയോഗങ്ങളുടെ പൂർത്തീകരണത്തിന് ജീവൻ വെടിയേണ്ടി വന്നാലും ധൈര്യത്തോടെ മുന്നോട്ട് പോകുക. തല ഉയർത്തിപ്പിടിച്ച് ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുക. വിജയം നമ്മോട് കൂടെയുണ്ട്.